വൈകാതെ തന്നെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ആകെ സ്വപ്നം യാഥാർത്ഥ്യമാകും. ലോകത്തെ ഏറ്റവും വലിയ മാതൃയാനങ്ങൾ, മദർഷിപ്പുകൾ നമ്മുടെ തുറമുഖത്ത് അടുക്കും. ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. റെക്കോർഡ് വേഗത്തിൽ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാപിത ശേഷിയിലേക്ക് വിഴിഞ്ഞത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിച്ചേരും. സർ, മൂന്നാമതായി അന്തർദേശീയ തുറമുഖം തുറന്നു വരുന്ന വലിയ അവസരങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കാനും ഉപയോഗിക്കാനും കേരളം തയ്യാറാവേണ്ടതുണ്ട്. ഭാവി കേരളത്തിൻ്റെ വികസന കവാടമാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബും രണ്ടാമത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടുമാണ്. വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതോടുകൂടി വികസനത്തിൻ്റെ അനന്ത സാധ്യതകളാണ് സംസ്ഥാനത്ത് തുറക്കപ്പെടുന്നത്. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ ഉള്ള തിരുവനന്തപുരത്തിൻ്റെ നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡിൻ്റെയും വികസന ഇടനാഴിയുടെയും സമയബന്ധിതമായ നിർമ്മാണം ഉറപ്പാക്കും. ആവശ്യമായ സ്ഥലം ലഭ്യമാക്കും. ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളുടെയും പ്രദേശത്തെ ജനങ്ങളുടെയും സംരംഭകരുടെയും സഹകരണവും പങ്കാളിത്തവും ഉറപ്പാക്കും. സർ, 1970കളിൽ അവസാനത്തിൽ ചൈനയിൽ രൂപം കൊടുത്ത ഡെവലപ്മെൻറ്റ് സോൺ എന്ന ആശയം കേരളത്തിന് സ്വീകരിക്കാവുന്നതാണ്. വിഴിഞ്ഞത്തിൻ്റെ വികസന മാതൃകകളെ പ്രയോജനപ്പെടുത്താൻ ഇതേ മാതൃകയിലുള്ള പ്രത്യേക ഡെവലപ്മെൻറ്റ് സോണുകൾ സൃഷ്ടിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സഹകരിപ്പിച്ചുകൊണ്ടും സ്വകാര്യ നിക്ഷേപം ആകർഷിച്ചുകൊണ്ടുമാകും സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് സോണുകൾ സൃഷ്ടിക്കുക. തുറമുഖത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുള്ള നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് അന്തർദേശീയ നിക്ഷേപ സംഗമം 2024-25 തന്നെ സംഘടിപ്പിക്കും. മാരിടൈം ഉച്ചകോടിയും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും. സർ, വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് വലിയൊരു വ്യവസായ മേഖല ചലനാത്മകമാവുകയാണ്. ലോകത്തിൻ്റെ എണ്ണപ്പെട്ട തുറമുഖങ്ങളോട് കിടപിടിക്കുന്ന നിലയിൽ വിഴിഞ്ഞത്തെ മാറ്റിയെടുക്കാൻ വലിയ നിക്ഷേപം അവിടെ നടത്തേണ്ടതുണ്ട്. സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെയും സ്വകാര്യ മേഖല മാത്രമായും വികസനം സാധ്യമാക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി നിർമ്മാണങ്ങൾ നടത്തുകയും വേണം. ടൗൺഷിപ്പുകൾ, റെസിഡൻഷ്യൽ ഏരിയകൾ, വ്യവസായ കേന്ദ്രങ്ങൾ, സംഭരണശാലകൾ, വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങി വിപുലവും സമഗ്രവുമായ ഒരു ഹബ്ബാക്കി വിഴിഞ്ഞത്തെ മാറ്റുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി ആയിരക്കണക്കിന് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 10,000 ഏക്കർ ഭൂമി 50 കിലോമീറ്റർ പരിധിക്കുള്ളിൽ വിവിധ മാർഗ്ഗങ്ങളിൽ ലഭ്യമാക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. സർ, വിഴിഞ്ഞം പദ്ധതിയുടെ പ്രയോജനം മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് കൂടി അർഹതപ്പെട്ടതാണ്. വിഴിഞ്ഞം മേഖലയിൽ അതിദരിദ്രരെന്ന് കണ്ടെത്തിയ കുടുംബങ്ങളെ പ്രത്യേക പരിഗണന നൽകി ദാരിദ്ര്യമുക്തരാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. പ്രദേശവാസികളുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കും. മത്സ്യത്തൊഴിലാളികളുടെ വരുമാന പരാധീനതകൾ 5 വർഷം കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യുന്ന തരത്തിൽ ഒരു പ്രവർത്തന പദ്ധതി നടപ്പിലാക്കും. മത്സ്യമേഖലയിൽ ഉയർന്നു വരുന്ന ആധുനിക തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് നൈപുണ്യ പരിശീലനം നൽകും. ഇതിനായി കോർപ്പറേറ്റ് സാമൂഹ്യ ഉത്തരവാദിത്വ ഫണ്ട് ഉപയോഗിക്കുകയും സർക്കാർ സഹായം ലഭ്യമാക്കുകയും ചെയ്യും. സർ, വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ കയറ്റുമതി സാധ്യത ഗണ്യമായി ഉയർത്തും. കേരളത്തിൻ്റെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തും. കാർഷിക മേഖലയിൽ ലോകബാങ്ക് പിന്തുണയോടെ നടപ്പാക്കുന്ന കേര പദ്ധതി കാർഷികോൽപ്പന്നങ്ങളുടെ സപ്ലൈ ചെയിനുകൾ ആസൂത്രണം ചെയ്യും. സർ, 2365 കോടി രൂപയുടെ പദ്ധതിയാണ് കേര. അതിനാവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ നിർമ്മിക്കും. സപ്ലൈ ചെയിൻ പങ്കാളികളുടെ കോൺഫറൻസുകൾ നടത്തും. ജനുവരി 1 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത 4000 കോടി അടങ്കലുള്ള 3 പദ്ധതികളെക്കുറിച്ച് കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പുതിയ ഡ്രൈ ഡോക്ക്, അന്തർദേശീയ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി, പുതുവൈപ്പിനിലെ LPG ഇറക്കുമതി ടെർമിനൽ എന്നിവയാണവ. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലെന്നതുപോലെ കൊച്ചിയിലെ പുതിയ പദ്ധതികൾക്ക് മുൻപിൻ ബന്ധങ്ങളുടെ സാധ്യതയുണ്ട്. ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമവും നടത്തും. ഇവിടെ സൂചിപ്പിച്ച വിവിധ ഇനം പ്രവൃത്തികൾക്കായി അടുത്ത 3 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ മാത്രമായി 3000 കോടി രൂപ ചെലവഴിക്കും. 2024-25 ധനകാര്യ വർഷത്തേക്ക് 500 കോടി രൂപ മാറ്റിവെക്കുന്നു. ഇത് മേജർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾക്ക് നീക്കിവെച്ചിട്ടുള്ള തുകയ്ക്ക് പുറമെയാണ്. സർ, ഇതിനു പുറമെ കേന്ദ്രം പ്രഖ്യാപിച്ച മൂലധന നിക്ഷേപത്തിനുള്ള പ്രത്യേക വായ്പാ പദ്ധതിയിൽ നമുക്ക് ലഭിക്കേണ്ട 5000 കോടി രൂപ കൂടി ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് അനിവാര്യമായ തുകയാണ്. സർ, അന്തർദേശീയ തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതിന് സമാന്തരമായി ദേശീയപാത 66 നിർമ്മാണവും പൂർത്തിയാവുകയാണ്. 8 മണിക്കൂർ കൊണ്ട് കേരളത്തിൻ്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ യാത്ര ചെയ്തെത്താവുന്ന നിലയിൽ കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കുന്നു. 10 വർഷം മുമ്പ് നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന കാര്യങ്ങളാണ് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയപാത 66നോടൊപ്പം മറ്റ് ദേശീയപാതകളുടെയും തീരദേശ പാതകളുടെയും മലയോര പാതയുടെയും പണി അതിവേഗം പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഈ പദ്ധതികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വന്ന വലിയ എതിർപ്പുകളെക്കുറിച്ച് ഓർക്കുന്നത് നന്നാവും. മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ വിമർശനത്തിനും അസഭ്യവർഷത്തിനും വല്ല കയ്യും കണക്കും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെ സർ, ഈ ഘട്ടത്തിൽ ഇതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെ MC റോഡിന് സമാന്തരമായ ഒരു ഗ്രീൻഫീൽഡ് പാത കൂടി ദേശീയപാത അതോറിറ്റിയുടെ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ നടക്കുകയാണ്.